കാശ്മീരിൽ ഓരോ സീസണിലും ഓരോ സ്പെഷ്യാലിറ്റിയാണ്. സ്നോ കാണണം എന്നുള്ള ഒറ്റ മൈൻഡായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സീസൺ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ രാവിലെ 9 മണിയാകുമ്പോഴത്തേന് നമ്മൾ ഡ്രൈവർ തൽഹബ്രോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ റിസോർട്ടിൽ നിന്ന് തന്നെ കഴിച്ചു. ഞങ്ങളെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പെഹൽഗാം റൂട്ടാണ്. പോകുന്ന വഴി സാഫ്രോൺ ഫീൽഡ്, ആപ്പിൾ വാലി ഒക്കെ കാണാനുണ്ട്. इसमें आते फूल देखो ऐसे है ना पहले सीजन में ऐसे होते हैं. Also known as red gold of Kashmir, and another one is Shilajit, also known as black diamond of Kashmir. But first of all, I will show you saffron. If you know that thing, sir, in our whole India, saffron is grown only in Kashmir. You know that thing, sir. But you don't know that thing, sir. In our whole Kashmir, saffron is grown only 4 to 5 kilometers. In our whole Kashmir, saffron is grown only 4 to 5 kilometers. That is this area, Pampur, Latpura, where saffron is grown, where saffron is cultivated. And it is season remains almost 10 to 15 days from 1 year, from 25 October to 10 November. That is why here a lot of people, almost 95% of people sell duplicate saffron because production is too less, demand is too high. Some gives red coating on grass, some gives red coating on plastic, some make chemicalized saffron. After that sells in the market 100 rupees per gram, 180 rupees per gram, 200 rupees per gram. But the main thing is that how you can identify whether the saffron is original or not. There are three ways, ma'am, you can identify whether the saffron is original or not. First purity of the saffron is one side thick, one side thin, just like snack shape. It is the thick, one side thin. One side thick, one side thin. Okay. It is the first purity of the saffron. And second purity of the saffron, you give me hand, sir. Give me hand, ma'am. സാഫ്രോൺ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാഫ്രോൺ ഫീൽഡിൻ്റെ അടുത്ത് കുറേ ഷോപ്പുകളുണ്ട്. അതിലേതെങ്കിലും ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് പറഞ്ഞത്. കാരണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. അപ്പം ഒതൻറ്റിക് ആയിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങൾ ഇവിടെ സെല് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിലും അതൊന്നും ഒറിജിനലാണോ അല്ലേ എന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനെ ഇവർ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റൊക്കെ കാണിച്ചു തന്നു. എന്താണ് സംഭവം എന്നുള്ളത് നല്ല പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നമുക്കൊക്കെ നോക്കി എല്ലാ കാര്യവും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. പിന്നെ പലതരം വെറൈറ്റീസ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സും കണ്ടു. അവിടുന്ന് നമ്മൾ ചെറിയ കുട്ടി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തു. അവിടുന്ന് നല്ല കാവൊക്കെ കിട്ടിയിരുന്നു, അതൊക്കെ കുടിച്ചു. ഇനി നേരെ പെഹൽഗാം. ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.